ഗുരുവായൂരിലൊക്കെ രാവിലെ നിങ്ങൾക്ക് കാണാം, 2-2:30 ആകുമ്പോഴേക്കും ആൾക്കാർ ദീപം, ഓ എനിക്ക് ഭാഗച്ചാർത്ത് തൊടണം, എനിക്ക് രാവിലെ ഭഗവാനെ എന്താണ്, ഏത് ദർശനം വേണം? നിർമാല്യ ദർശനം. എന്നിട്ടൊരു രാവിലെയൊക്കെ തൊഴുത് റൂമിലെത്തിയാൽ, ഇവിടെ റൂമൊക്കെ എടുത്ത് താമസിക്കുന്നവരാണ്, ആ റൂമിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ സമാധിസ്ഥ കേശവ, ആ ഒരൊറ്റ തൊഴുന്നതിൻ്റെ ക്ഷീണം വൈകുന്നേരം 4 മണി ഒരൊറ്റ തീർക്കല. കാണാം, ഇതൊരുവിധം ലോഡ്ജിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ആണോ? ഭഗവാൻ പറയും, എന്തിനാ മഹാദ്രോഹി രാവിലെ വന്നത് എന്നുള്ളത്. പകല് മുഴുവൻ കിടന്നുറങ്ങാൻ നീ എൻ്റെ അടുത്ത് എന്തിനാ വന്നിരിക്കണത്? ആ കൃഷ്ണനാ പറയണത്, ഒരു നേരത്തേക്ക് പോലും വെറുതെ ഇരുന്ന് അലസമായി ജീവിതം തീർക്കരുതെന്ന്. മനസ്സിലായില്ലേ? നന്നായി ഭഗവാൻ ആ ജീവനോടുകൂടി ആ രൂപത്തിൽ അവിടെ ഇരിക്കാനത്. കാരണം പലർക്കും 2 കിട്ടുമായിരുന്നു, പോയി പണിയെടുക്കടാ വല്ലതെന്ന് പറയും. മനസ്സിലായില്ലേ? ഈ രൂപത്തിൽ അലസമായി ജീവിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രാർത്ഥിച്ചാൽ കൃഷ്ണൻ നേരെയാക്കി തരുന്നു? കൃഷ്ണൻ പറഞ്ഞതനുസരിക്കല്ലേ വേണ്ടത്? ആണോ? എന്താ ഒന്നും മിണ്ടാത്തത്? ആണോ അല്ലയോ? അച്ഛൻ മരിക്കാൻ നേരത്ത് അദ്ദേഹത്തിന്റെ മക്കളോട് പറഞ്ഞു, എടാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള സകല നിധികളും ആ വയലിൽ കുഴിച്ചിട്ടുണ്ടെന്ന്. കാരണം നിങ്ങളുടെ കയ്യിൽ തരാൻ എനിക്കൊരു ധൈര്യമില്ല. മക്കൾ കാത്തിരിക്കരുത്, പോയി കിട്ടിയാൽ മതിയെന്ന്. മക്കള് അച്ഛൻ മരിച്ചതും പിക്കാസും കൈക്കോട്ടെടുത്ത് കളക്കലോട് കളക്കല്. അതിന്നൊരു കുടം കിട്ടിയപ്പോ അച്ഛൻ കുഴിച്ചിട്ട നിധി, അതൊക്കെ കൂടെ തുറന്നു നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ്, കളച്ച സ്ഥിതിക്ക് വല്ല വിത്തും പാകിക്കൊള്ളൂ എന്ന്. ഇത് തന്നെയാണ് വലിയ നിധി. ബാക്കി ഞാൻ പറയണോ? അച്ഛൻ എഴുതി വെച്ചിരിക്കുകയാണ്, ഒരു കുടത്തിന്റെ അകത്ത് ഇനി വല്ലതും വിത്ത് പാകിക്കോളൂ, ഇത് തന്നെയാണ് വലിയ നിധി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാവൂ? ഈ രീതിയിൽ അലസമായി ജീവിക്കുന്നവന് പിന്നെ എന്ത് നേടാൻ പറ്റും? മനസ്സിലായില്ലേ? ഊർജത്തിൽ ജീവിക്കുക. അതാണ് ഗീതയിലെ 10-ാം അധ്യായത്തില് 44-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, ഏതദ് വിഭൂതിമസത്വം ശ്രീമദൂർജിതമേവ ച തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവാന. ഊർജിതമേവ ച, ഒരു ജീവിതമുണ്ട്, അത് ഊർജത്തിൽ ജീവിക്കുന്നതാണ്. മമ തേജോംശ സംഭവ, നിങ്ങൾ എൻ്റെ തേജസ്സാണ്, നിങ്ങളിൽ എൻ്റെ തേജസ് നിറഞ്ഞിരിക്കുകയാണ്, അതിനെ ഉണർത്തുന്നതാണ്. ശ്രീമത് ഊർജിതമേവ ച തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവ. കിട്ടിയോ ശ്ലോകം? 10-ാം അധ്യായത്തിൽ 40-ൽ ഗീതയിൽ 10-ൽ 41 ഏതദ് വിഭൂതിമസത്വം ശ്രീമദ് ഊർജിതമേവ ച തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവ. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ തേജസ്സാണ്, നിങ്ങളിൽ ഓരോരുത്തരിലും എൻ്റെ ചൈതന്യം നിറച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനെന്ത് ചെയ്യണം? അരണി കടയുന്നത് പോലെ ഒന്ന് ഉണർത്തിയെടുക്കണം. എപ്രകാരമാണോ പാലിൽ വെണ്ണ ഇരിക്കുന്നത്, കടയണം. അങ്ങനെ ഇവിടെ പാലാഴി കടഞ്ഞാദ്യം കാളകൂടം വന്നു, പിന്നെയും കടയിൽ തുടങ്ങി, അതിൽ നിന്നാണ് ഓരോന്ന് വരുന്നത്. ലക്ഷ്മി ദേവി വന്നു, മഹാലക്ഷ്മിയാണത് കണ്ടപ്പോഴേക്കും എല്ലാവരും അത് നമുക്ക് വേണം തലയാട്ടാൻ തുടങ്ങി. കാളകൂട വിഷം കഴിച്ച ശിവനും ചെറിയൊരു മോഹം വെക്കാനില്ല. എന്നാൽ മഹാലക്ഷ്മി ചെന്ന് ഗുരുവായൂരപ്പൻ്റെ കഴുത്തിൽ മാലയിട്ടിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ കൂടിക്കോളാന്ന്. അങ്ങനെ ഭഗവാന്റെ പത്നിയായി ആര് മാറി? മഹാലക്ഷ്മി. അതുകൊണ്ട് എപ്പോഴും ഓർത്തോളേ, ഈ പലപ്പോഴും പലർക്കും അറിയില്ലത്, ഈ ലക്ഷ്മിയുടെ പിന്നാലെ പോകുന്നവർക്കൊക്കെ പ്രശ്നമാണ്. അതെന്താണ്? നിങ്ങൾ നോക്കൂ, വല്ലാതെ പൈസ ഉണ്ടാക്കപ്പം കണ്ടില്ലേ, പാതി വിലയ്ക്ക് സ്കൂട്ടർ, ഇപ്പം മൊത്തം ഈടി നിറഞ്ഞിരിക്കുകയാണ്. ഈ ചുളിവിലൊക്കെ പണം ഉണ്ടാക്കാൻ സ്വർണം കടത്തി, ഭഗവാൻ എന്തോ ഭാഗ്യത്തിന് 9 ദ്വാരേ തന്നുള്ളൂ മനുഷ്യന്. അല്ലെങ്കിൽ ഏതൊക്കെ ദ്വാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊണ്ടുവരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ മനുഷ്യന്റെ അവസ്ഥ, ഇല്ലേ? സ്വർണം കടത്താൻ ഇങ്ങനെ പല രീതിയിലും പണമൊക്കെ ഉണ്ടാക്കി, പല തട്ടിപ്പും വെട്ടിപ്പും. എത്ര കാലം? അവസാനം കടിച്ചതുമില്ല, പിടിച്ചതുമില്ല. ഉണ്ടോ? ഒക്കെ കയ്യിൽ നിന്ന് പോയി. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ശബരിമല ക്ഷേത്രം സ്വർണം പൂശിയത് വിജയമല്യാണ്.
ഇന്ന് ഇന്ത്യയിലേക്ക് കാല് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മനുഷ്യൻ. ആണോ? അറിയോ നിങ്ങൾക്ക്? വിജയമല്യാണ് ആ സ്വർണം പൂശിയത് ശബരിമല ആ ശ്രീകോവില്. എന്തിനു പറ്റിപ്പോ? ഇപ്പൊ എന്ത് പറഞ്ഞാൽ ഇപ്പൊ മനുഷ്യൻ കുറെ പണമുള്ളത് കൊണ്ട് എല്ലാമായി എന്ന് വിചാരിച്ചു പണത്തിന്റെ പിന്നാലെ ഒരു ഓട്ടം, കുറുക്കു വഴിയിലൂടെ പണം ഉണ്ടാക്കി നോക്കി, പക്ഷെ ജീവിതം എത്തില്ല. അതെന്താ കാരണം വെച്ചാൽ ഈ ലക്ഷ്മി ഭഗവാന്റെ ഭാര്യയാണ്. ലക്ഷ്മി, നിങ്ങൾ ഭഗവാന്റെ പിന്നാലെ പോയാൽ ഭഗവാനെയും കിട്ടും ലക്ഷ്മിയും കിട്ടും. ലക്ഷ്മിയുടെ പിന്നാലെ പോയാൽ ഭഗവാൻ കല്ലെറിയും. കാരണം ഒരു ഭർത്താവിനും തൻ്റെ ഭാര്യയുടെ പിന്നാലെ വേറൊരാൾ പോകുന്നത്, ആരെങ്കിലും ലക്ഷ്മിയുടെ പിന്നാലെ പോയാൽ അപ്പ ഈടിയെ പറഞ്ഞയക്കും ഭഗവാൻ. കുരുത്തം കെട്ടവൻ, എൻ്റെ ഭാര്യയുടെ പിന്നാലെ നീ ആരാടാ പോവാന്? ഇപ്പൊ നിങ്ങൾക്ക് ദുരിതം ഉണ്ടാവാതിരിക്കാൻ ആരുടെ പിന്നാലെ പോയാൽ മതി? ഒരൊറ്റ ആളെ പിടിച്ചാൽ രണ്ടാളെ കിട്ടുക. ചിലത് എഴുതി വെക്കാറില്ലേ, ഒന്ന് വാങ്ങിച്ചാൽ രണ്ട് ഫ്രീന്ന്. ഇതുപോലെ മഹാവിഷ്ണുവിനെ, കൃഷ്ണനെ പിടിച്ചാൽ കൃഷ്ണനെയും കിട്ടും, അപ്പം നിന്നാ രണ്ടുണ്ട് കാര്യം. കൃഷ്ണനെയും കിട്ടും, അത്യാവശ്യമൊക്കെ ലക്ഷ്മിയും കിട്ടും. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാ പോരെ. ഏതാ വേണ്ടത്? ലക്ഷ്മി വേണോ വിഷ്ണു വേണോ? ലക്ഷ്മി വേണോ കൃഷ്ണനെ വേണോ? ഇപ്പൊ നിങ്ങൾ കൃഷ്ണൻ എന്നൊക്കെ പറയും, മനസ്സിലായില്ലേ? ഈ ലക്ഷ്മിയുടെ പിന്നാലെ പോയാൽ അതോടുകൂടി തീർന്നു മനുഷ്യൻ. പണ്ടൊരു മാഷക്ക് ഇങ്ങനെ ലോട്ടറി എടുക്കുന്നൊരു സ്വഭാവമാണ്. മാഷ മെയിൻ സ്വഭാവം ലോട്ടറി എടുക്കലാണ്. അതേതൊരുത്തൻ ഇങ്ങനെ കൊടുത്ത് ശീലിച്ചാണ്. അങ്ങനെ മാഷ്ക്കാണെങ്കിൽ ചെറിയ ചെറിയ എമൗണ്ട് കടിക്കും. ഒരിക്കലും ഇദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് അടിച്ച് ഹോസ്പിറ്റലായി, ICUയിൽ. ആ സമയത്ത് കർഷക നോക്കൂ നിങ്ങൾ, ആ സമയത്ത് എടുത്ത ലോട്ടറിക്ക് ഫസ്റ്റ് അടിക്കുകയും ചെയ്തു. അപ്പൊ മക്കളൊക്കെ കൂടെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇത് അച്ഛനെ അറിയിച്ചില്ലെങ്കിൽ സങ്കടമാണ്, ആ മനുഷ്യൻ ഒരുപാട് എടുത്തിട്ടുണ്ട്, ഈ ഒരു സന്തോഷ വാർത്ത അദ്ദേഹത്തിന് അറിയിക്കണം. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇതിങ്ങനെ മാങ്ങയുടെ കണ്ണി അറ്റ് നിൽക്കണ പോലെ അറ്റു നിൽക്കുകയാണ്. ഇതും കൂടി കേട്ട് കഴിഞ്ഞു, അത് പൊട്ടണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. അയ്യോ അത് വേണ്ട. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ റിസ്ക് എടുക്കണം, ഞാൻ പറഞ്ഞോളാം. ഡോക്ടർ ചെന്നിട്ട് ഈ മനുഷ്യന്റെ മേലൊക്കെ തട്ടിയിട്ട് പറഞ്ഞു, ലോട്ടറിക്ക് എടുക്കുന്ന സ്വഭാവം ഉണ്ടല്ലേ അങ്കിളിന്? അത് കേട്ടപ്പോഴേക്കും ആവേശം അങ്ങോട്ട് കൂടി. അപ്പൊ പറഞ്ഞു, അല്ലല്ല ഞാൻ വെറുതെ ചോദിച്ചു എന്ന് മാത്രം. അല്ലെങ്കിൽ ഇപ്പൊ ഈ ലോട്ടറിക്ക് അടിക്കാറുണ്ടോ? പിന്നെ 10 രൂപ അടിച്ച് വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. 1000 രൂപ അടിച്ചാൽ 1000 ഒക്കെ എന്തുണ്ടോ എന്ന് ഡോക്ടറെ. അല്ല 1 ലക്ഷം രൂപയ്ക്ക് അടിച്ചാൽ ആ പിള്ളേർക്കൊക്കെ ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കും. 2 ലക്ഷമാണ്, സൈക്കിളൊക്കെ മേടിക്കണം, പേരക്കുട്ടികളുണ്ടല്ലോ ഡോക്ടറെ. അങ്ങനെ അത് 3 ലക്ഷമാക്കി 4 ലക്ഷമാക്കി ബൈക്ക് മേടിച്ചു കൊടുക്കും. ഒരു 10 ലക്ഷം അടിച്ചാൽ ആ പിള്ളേർക്ക് ഒരു മൂക്കൊരു കാറ് മേടിച്ചു കൊടുക്കണം എന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ഡോക്ടർ ചോദിച്ചു, അല്ല ഒരു 50 ലക്ഷമൊക്കെ അടിച്ചാൽ, 50 ലക്ഷം അടിച്ചത് 50 ലക്ഷം അടിച്ചാൽ പകുതി ഡോക്ടർക്ക് തരുന്നു. ആ ഡോക്ടർ ഹാർട്ട് അറ്റാക്ക് അടിച്ച് വീണുപോയി. അത് താങ്ങാനുള്ള കഴിവ് ഡോക്ടർക്ക് ഉണ്ടായില്ല. ഒറ്റയടി 25 ലക്ഷം കിട്ടി. അത് ചിന്തിക്കുമ്പോഴേക്കും ഡോക്ടർ കഴിഞ്ഞ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ലക്ഷ്മിയുടെ പിന്നാലെ പോയാൽ ജീവിതത്തിൽ ഗതിയല്ല അധോഗതിയാണ്. കാരണം അതൊന്നും കയ്യിലധികം ഉണ്ടാവില്ല. എന്നാൽ കൃഷ്ണന്റെ പിന്നാലെ പോയാൽ കൃഷ്ണനെയും കിട്ടും. ഇത് ഭഗവാന്റെ വാക്കുകളാണ്, എൻ്റെ വാക്കുകളല്ല. അനന്യ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ വലിക്കുന്നു. പിന്നെ വാരുണി മദ്യം അമൃതകലശം വന്നു. അമൃതകലശം വന്നപ്പം നോക്കണം, ദേവന്മാരെ പാവം വാലും പിടിച്ച് ബോധമില്ലാത്ത വർഗങ്ങള് അവർ വാലും പിടിച്ചിരുന്നു. അസുരന്മാരെ അമൃതവും കൊണ്ടുപോകും. അമൃത് പോയപ്പോഴാണ് ഇവർക്ക് ബോധം വന്നു, അയ്യോ അമൃത് പോയല്ലോ. അപ്പോഴേക്കും ഇവർ കൈയും കാലും പിടിച്ച് ഭഗവാന്റെ അയ്യോ ഭഗവാൻ അമൃത് പോയി. അങ്ങനെയാണ് ഭഗവാൻ വിശ്വമോഹിനി വേഷമെടുത്തത്. ലോകത്തിലെ മിസ് യൂണിവേഴ്സ് ഒക്കെ പിന്നെയാണ് വന്നത്. ആദ്യത്തെ മിസ് യൂണിവേഴ്സ് ആയിരുന്നു ആര്? മോഹിനി ഭഗവാൻ. അങ്ങനെ നേരെ അസുരന്മാരെടുത്ത് പോയി. അസുരന്മാരെടുത്ത് കുണുങ്ങി കൊഞ്ചി ചെന്നപ്പോഴേക്കും അവർക്ക് പിന്നെ അമൃതവും വേണ്ട, കുടവും വേണ്ട, കലശവും വേണ്ട. ഇവിടെ പെണ്ണ് കെട്ടിയിട്ടുണ്ടോ, ആരെങ്കിലും പ്രപ്പോസൽ വെച്ചിട്ടുണ്ടോ, ജാതകം ശുദ്ധജാതകമാണോ, ദോഷമുണ്ടോ, ഇതൊക്കെയാണ് ഇപ്പൊ അവർക്ക് അറിയേണ്ടത്. ഭഗവാൻ അതിങ്ങനെ എൻജോയ് ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഭഗവാൻ പറഞ്ഞു,
മോഹിനി വേഷത്തിൽ ഇരുന്നിട്ട് പറഞ്ഞു, എന്നെ എങ്ങനെ വിശ്വസിക്കൊന്നും വേണ്ട, ഞാൻ പറയണത് വിശ്വസിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് എന്നെ അങ്ങനെ ഒരു വിശ്വാസമൊന്നും എടുക്കണ്ടെന്ന്. അപ്പൊ അവര് പറഞ്ഞു, അത് കണ്ടിട്ട് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പൊ ഭഗവാൻ ഇങ്ങനെ താഴത്ത് ഇങ്ങനെ വിരലോണ്ടൊക്കെ വരച്ച ഇത്തിരി നാണൊക്കെ പോലെ. അപ്പൊ അവർക്ക് തോന്നി ഭഗവാൻ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. പറഞ്ഞു, കെട്ടാൻ ആഗ്രഹം ഉണ്ടോന്ന്. തലയൊക്കെ കുനിക്കപ്പോ പിന്നെ ഒരു ആവേശമാണ് എല്ലാവർക്കും, എന്നെ കിട്ടും, 90 വയസ്സുള്ളവർക്ക് പോലും ആവേശം. ഭഗവാൻ പറഞ്ഞു, അപ്പൊ ഒരാൾ പറഞ്ഞു, എന്നാ ദേവി തെരഞ്ഞെടുത്തോളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, അപ്പോഴേക്കും അമൃത കലശം കൊണ്ടുപോയാൽ ദേവിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ദേവി വിളമ്പി തന്ന ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഓ, ആ കൈ കൊണ്ട് കുടിക്കുന്നതേ ഒരു ഭാഗ്യം തന്നെയാണെന്ന്. ദേവി ചോദിച്ചു, ഇത്രയൊക്കെ വേണോന്ന്. കൊണ്ടുകൊടുത്തു അമൃത കലശം, അവരോടൊക്കെ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ അറിയാലോ നിനക്ക്, ഈ പാവങ്ങളൊക്കെ കണ്ണു അടച്ച് വായും പൊളിച്ചിരുന്നു, വായും പൊളിച്ചിരുന്നു. അതിനിടയ്ക്ക് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ണു തുറക്കരുതെന്ന്, തുറന്നാ പിന്നെ കെട്ടില്ല എന്ന്. കണ്ണു തുറക്കാതെ പിടിച്ചിരിക്കുന്നവരെ ഞാൻ, ഇവർക്ക് അമൃത് കിട്ടിയില്ലേയും വേണ്ടിയില്ല, അരമതി മോഹിനിയെ കിട്ടിയാൽ മതി എന്നുള്ള ആവേശത്തിൽ മുറുകി പിടിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ കണ്ണ് തുറന്നു പോകുമെന്ന് പേടിച്ചിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഭഗവാൻ മറ്റവർക്ക് കണ്ണിട്ട് കാണിച്ചു, വേഗം വന്നിരിക്കുന്നു. ദേവന്മാര് വന്നിരുന്നു. ആ ദേവന്മാരുടെ വായിൽ അമൃതം കൊണ്ട് വിളമ്പി. അപ്പോഴാണ് ഒരസുരൻ, എനിക്ക് തോന്നുന്നു ഗുരുവായൂരുകാരനായിരിക്കണം, അവന് മനസ്സിലായി ഇതിലെന്തോ ഒരു തരികടയുണ്ട് എന്ന്. ഇതിലെന്തോ ഒരു തരികട. നോക്കും എന്താണ്, ദേവന്മാരൊക്കെ അമൃത സുഭിക്ഷമായിട്ട് കഴിക്കണോ, പാവങ്ങൾ എല്ലാം വായും പൊളിച്ച് മേലോട്ട് നോക്കിയിരിക്കുന്നു. അപ്പൊ അവന് മനസ്സിലായി ഇത് നമ്മളെ പറ്റിച്ചതാണ്. വേഗം അവനൊരു ദേവരൂപമൊക്കെ എടുത്ത് സൂര്യചന്ദ്രന്മാരുടെ ഇടയിൽ ഇത്തിരി സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ ചെന്നിരുന്നു. ഇവന്റെ വായിൽ അമൃത് ഒഴിച്ചപ്പോഴേക്കും കഴുത്ത് വരെ അമൃത് എത്തിയപ്പോഴേക്കും സൂര്യദേവനും ചന്ദ്രദേവനും പറ്റിച്ചു. ഇവൻ അസുരനാണ്. അപ്പോഴേക്കും ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് നോക്കിയാണ്. പക്ഷെ അമൃതം തട്ടിയത് കൊണ്ട് ഇവന്റെ തലയ്ക്ക് നാശമില്ല. ഇവൻ തന്നെ കാണിച്ചു കൊടുത്ത ദേഷ്യത്തിന് സൂര്യനെ വിഴുങ്ങും, ചന്ദ്രനെ വിഴുങ്ങും. ഈ ചന്ദ്രന്റെയും സൂര്യന്റെയും ഒക്കെ വിഴുങ്ങലാണ് സൂര്യഗ്രഹണവും ചന്ദ്രൻ. ഇവനാണ് രാഹുവും കേതുവും ഒക്കെ. അപ്പൊ നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് വ്യാസഭഗവാൻ ഒരു പ്രകൃതിയുടെ അത്ഭുതത്തെ കഥാരൂപത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ഈ അമൃത് ദേവന്മാർക്ക് കിട്ടുന്ന കഥയാണ് പാലാഴി. ഇതൊരു വലിയ ഒരു സന്ദേശത്തിന്റെ കഥയാണ്. അതായത് അമൃതം ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. പാലാഴി നിങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങളിൽ ഒരു പാലാഴിയുണ്ട്. നിങ്ങളിൽ തന്നെയാണ് അലസതയുടെ കാളകൂടം. ഈ കാളകൂടം പുറത്തേക്ക് കളയാതെ അമൃത് കിട്ടുന്ന പ്രശ്നമില്ല. അപ്പൊ അതിനെന്ത് വേണം? കടയണം. എങ്ങനെയാ കടയേണ്ടത്? സാധന ചെയ്യണം, ജപിക്കണം. ജപിച്ച് 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 ഉള്ളിലുള്ള കാളകൂടത്തെ പുറത്തെടുത്ത്, അതാണ് ശിവരാത്രി. ഉറക്കൊഴിയുക. ശിവനിലേക്ക് ഉണരുന്ന രാത്രിയാണ് ശിവരാത്രി. ശിവത്വത്തിലേക്ക് മനസ്സിനെ ഉയർത്തുന്ന രാത്രി. അപ്പൊ സാധന ചെയ്താൽ ഈ വിഷമൊക്കെ ഉള്ളിൽ നിന്നും പുറത്തു വന്ന് ഭൂഷണമായി അവസാനം കടഞ്ഞ് 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 അമൃതത്വായ കൽപ്പതേ. ഏത് കിട്ടും? എവിടെ എന്ത് കിട്ടും? അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കൂ. നിങ്ങളിലൊക്കെ അമൃതം വെച്ചിട്ടാണ് ഇങ്ങോട്ട് അടിച്ചു വിട്ടിരിക്കുന്നത്. എല്ലാവരുടെ ഉള്ളിലും അമൃതം പാക്ക് ചെയ്തിട്ട് അടിച്ചിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഉള്ളിൽ അമൃതമുണ്ട്, അമൃതമുണ്ട്, സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ആ അമൃതം ഒന്ന് പുറത്തെടുക്കണമെങ്കിൽ അമൃതൊന്ന് പുറത്തെടുക്കണമെങ്കിൽ കാളകൂടം കഴിയണം, പുറത്തെടുക്കണം. നിരന്തരമായി തൈര് കടയുന്ന പോലെ മനസ്സിനെ കടയണം. ഈ കടയലാണ് സാധന. അപ്പൊ നമുക്ക് മനസ്സിലാവും ഉള്ളിൽ എന്തുണ്ട്? അമൃതത്വായ കൽപ്പതേ.
ലഭ്യത്തെ. എന്തുണ്ട്? അമൃതം. വേണോ അമൃതം? വേണോ? ഫ്രീ ആയിട്ട് കിട്ടില്ല. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല. ഇത് ഗൂഗിളിലൂടെ സെർച്ച് ചെയ്താൽ കിട്ടില്ല. ഇത് ആമസോണിൽ ഓർഡർ ചെയ്താൽ കിട്ടില്ല. ഇത് എന്ത് ചെയ്യണം? സാധനയിലൂടെ കിട്ടും. ഏതിലൂടെ? അതാണ് മന്ദരോധാരകൂർമ്മം എന്നൊക്കെ പട്ടതിരിപ്പാടൻ എഴുതിയത്. മഞ്ജീരം മഞ്ജുനാഥൈരിവദനം ശ്രേയയിത്യാലവന്തം പാദാഗ്രം ഭ്രാന്തിമജ്ജൽ പ്രണതജനമനോ മന്ദരോദ്ധാരകൂർമ്മം. മനോമന്ധരോദ്ധാരകൂർമ്മം. ആരാണ്? മനോമന്ധരം. അപ്പൊ എവിടെയാണ് ഈ കടയില്? മനോമന്ധരോദ്ധാരകൂർമ്മം എന്നൊക്കെ പറഞ്ഞാൽ എവിടെ? കടയില്? പുറത്തെവിടെയാണോ? എവിടെയാണ്? ഉള്ളിലാണ്. ഈ കടയിലാണ്, സാധനയാണ് അമൃതത്വത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നത്. എല്ലാവരും അമൃതത്വത്തിന്റെ സന്തതികളാണ്. നമ്മുടെ ഉപനിഷത്തിൽ പറയും അമൃതസ്യ പൂരുഷ എന്നാണ്. മനുഷ്യനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് യു ആർ ദ സൺ ഓഫ് ചിൽഡ്രൻ ഓഫ് ഇമോർട്ടാലിറ്റി എന്നാണ്. അമൃതത്വത്തിന്റെ സന്തതികളെ എന്നാണ്. അമൃതത്വമുള്ളിലുള്ളവരാണ്. ആരാ മനുഷ്യൻ? ഹു ആർ യു എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയേണ്ടത്? എന്താ പറയേണ്ടത്? അമൃതത്വത്തിന്റെ സന്താനമാണ്, അമൃതത്വത്തിന്റെ അംശമാണ്, അമൃതത്വം ഉള്ളിലുള്ള ആളാണ്. ആര്? കൂടെ വന്നില്ല. മനുഷ്യൻ. മനീഷ കൊണ്ട് അമൃതത്വത്തെ എടുക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ എന്ന വാക്ക് വന്നത്. മനീഷ എന്ന് പറഞ്ഞാൽ മനീഷ, ബുദ്ധി. മനസ്സും ബുദ്ധിയും കൊണ്ട് പ്രയത്നിച്ചാൽ അമൃതത്വത്തെ നേടിയെടുക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് പേര് വന്നത്? മനുഷ്യൻ എന്ന പേര് വന്നത്. ആരാ മനുഷ്യൻ? മനസ്സിലായില്ല. മനീഷ കൊണ്ട്, ബുദ്ധിയും മനസ്സും കൊണ്ട് അമൃതത്വത്തെ ഉണർത്താൻ കഴിയുന്നവരാണ് ആര്? മനുഷ്യൻ. മനുഷ്യനുണ്ടല്ലോ. അപ്പൊ ആ മനുഷ്യനാണ്. അങ്ങനെയുള്ള മനുഷ്യനെ വിളിക്കുന്ന പേരാണ് അമരം, അമരൻ, മരണമില്ലാത്തവൻ. അസതോമാ സത്കമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. അപ്പൊ ഈ മൃത്യുവിൽ നിന്നും അമൃതത്വത്തിലേക്ക് നമ്മളെ ഉയർത്താൻ സാധന കൊണ്ട് സാധിക്കും. ഇപ്പൊ നിങ്ങളെയൊക്കെ ഇങ്ങോട്ട് വിട്ടപ്പോൾ ഉള്ളിലൊരു കലശം മുഴുവൻ സീലടിച്ച് വന്നിട്ടുണ്ട്. എന്ത്? അമൃതം ഉള്ളിലുണ്ട്. തുറക്കണ്ടേ? ഉണർത്തണ്ടേ? വേണോ? പണിയെടുക്കണം. വെറുതെ കിട്ടില്ല. ഓസിക്കൊന്നും കിട്ടില്ല. ഇതിന് നല്ല മെനക്കെടലുണ്ട്. അതുകൊണ്ടാണ് ആത്മീയത അത്ര എളുപ്പമുള്ളൊരു വഴിയല്ല. കാരണം അലസത സമ്മതിക്കില്ല. അലസത മനുഷ്യനെ അവശനാക്കും, അസ്വസ്ഥനാക്കും, അടിമയാക്കും. പിന്നെ ഇങ്ങനെ നന്നാവുക. അപ്പൊ അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ആരോടുണ്ടാവരുത്? ഈ അലസതയോട് കാണിക്കരുത്. കൃത്യനിഷ്ഠ കൊണ്ട് നടന്ന്, അനുഷ്ഠാനം കൊണ്ട് നടന്നാൽ മനസ്സിനെ അമൃതത്വത്തിലേക്ക് ഉയർത്താം. മനസ്സിലാവുണ്ടല്ലോ? നിങ്ങളെല്ലാം അമൃതത്വം അനുഭവിക്കാൻ യോഗ്യരാണ്, അർഹരാണ്. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉള്ളവരാണ്. അതുകൊണ്ട് ഒരിക്കലും ദുഃഖിച്ചും വിഷമിച്ചും സമയം ഒരിക്കലും പാഴിലാക്കി കളയരുത്. എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? അമൃതത്വത്തിലേക്ക് ഉയർത്താനാണ്. മനസ്സിലാവുണ്ടോ? ഇത് മനസ്സിലാക്കി നിങ്ങളൊന്ന് ജീവിതം കൊണ്ട് നടന്നു നോക്കൂ. എന്താ ഒരു ആനന്ദം എന്നറിയോ? സമയം കടന്നു പോകുന്നതേ അറിയില്ല.